ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഈ എന്താ പാട് എന്ന് പറയുമ്പോഴേ ചില ആളുകൾക്ക് ഇതെന്താ അതിന്റെ അർത്ഥം എന്ന് പിടുത്തം കിട്ടില്ല. എന്നിട്ട് കമന്റിൽ വന്ന് ചോദിക്കും, അല്ല ബ്രോ എന്താ ഈ പാട് എന്ന് പറഞ്ഞാൽ എനിക്ക് പിടുത്തം കിട്ടിയില്ല അറിയും. എന്നാ അങ്ങനത്തെ ഒന്ന് പിടുത്തം കിട്ടാൻ പറയാണ്. നമ്മളിങ്ങനെ ചോദിക്കൂലേ, എന്താ സുഖല്ലേ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കൂലേ? അതിന്റെ വേറൊരു വേർഷനാണ് ഈ എന്താ പാട് എന്നുള്ളത്. എന്നപ്പോ ഞാൻ ആ പാഠം പഠിപ്പിച്ചാൻ വന്നതൊന്നുമല്ല. ഞാൻ വന്നത് എന്തിനാ അറിയോ? സാജിദാടെ ഗുളിക കഴിഞ്ഞിരിക്കണം. അറിഞ്ഞോ നിങ്ങള്? ഇന്ത്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. ഒരു സൈഡിൽ കരിഞ്ഞ ട്രംപ്, ഒരു സൈഡിൽ ചുരിദാറിട്ട നെതന്യാഹു, ഇതിന്റെ അടിയിൽ ഇറാനെ പോലെ ഞാനും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഇറാനല്ലേ, പിടിച്ചു നിൽക്കുന്നേ. സംഭവമൊന്നുമല്ല, അക്കൗണ്ടിക്ക് വീണ്ടും പൈസ ചാടൽ തുടങ്ങിയിരിക്കണം. അത് നേരെപ്പോ തെളിയുന്നുണ്ട്. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെ ഫാത്തി സംരക്ഷിച്ചോളും എന്ന് വിചാരിച്ചിട്ടില്ല ഒരു ഹുങ്ക് കയറിയതാ. പക്ഷെ ഫാത്തിനെ ആര് സംരക്ഷിക്കും എന്ന് വിചാരിച്ചിട്ടാ ഫാത്തി നടക്കുന്നത്. ഫാത്തിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഫാത്തിനോടൊന്ന് ചോദിച്ചോക്കെ, ഇന്ന് എവിടുന്നൊക്കെ കോൾ വന്നിരുന്നുള്ളത്, സൈബർ സെല്ലിൽ നിന്നാണോ പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ എന്നുള്ളത്. കേസ് ഫയൽ അയക്കണു, ദാ അതിന്റെ ഒരു കോപ്പി ഞാൻ ഫുള്ള് കാണിക്കാത്ത എന്താ അറിയോ? അത് ഒരു സ്ത്രീയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാ കൊടുത്തിക്കണേ, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. നമുക്കിന്നിപ്പോ തമ്പുരാറ്റിക്ക് മറുപടി കൊടുക്കുക. ആർക്ക്? സാജിദാക്ക്. എന്താ അവള് പറഞ്ഞിക്കണെന്ന് നോക്കാലോ നമുക്ക്, അല്ലേ? ഒരു മാറ്റമല്ല, അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് സുഖാണ്. പിന്നെയും വന്നിക്കണു സെയിം ഡയലോഗായിട്ട്. എന്തായാലും ബാക്കി കേക്കാം. എന്താ നമ്മളെ ഷെരീഫ് അതുപോലെ തന്നെ ഫാത്തി ഇവരുടെ ഒരു സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കുറെ കാലം പറഞ്ഞാല് എന്നെ വെച്ചിട്ട് ഇവൻ എന്റെ ഫോട്ടോ ഫാത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ ഷെരീഫെ മോനെ അന്നെ വെക്കജ്ജന്റെ ഇറച്ചിയും പൂളിയോ? ഇവള് കാരനാണ് ഓൻ കുടുങ്ങിയത്. പാതിരാത്രിക്ക് ഒരു വീഡിയോ കോള് കിട്ടുന്ന വിചാരിച്ചിട്ട് ഇവളെ ഒന്ന് സഹായിച്ചാൻ വേണ്ടി വന്നതാവും. ഓൻ പാക നട്ടം തിരിയാ. എന്തായാലും ഓനെ അവിടെ കട്ടെ. ഇജ്ജ് പറ മോളെ. ഷെരീഫെ മോനെ, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിന്നോട് ഞാന് നോമ്പിന്റെ ടൈമില് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോമ്പിന്റെ ടൈമില് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. കാരണം എനിക്ക് നിന്നോടല്ല, നിന്നോട് പൊരുത്തപ്പെടിക്കണം എന്നല്ല, നിന്റെ ഉമ്മാനോടും നിന്റെ വൈഫിനോടും പിന്നെ നിന്റെ ഉപ്പാനോടും പൊരുത്തം ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അവരൊന്നും ഇതില് പെടുന്ന ആൾക്കാരല്ലേ. നിന്റെ വായം കൊണ്ട് തന്നെ പറഞ്ഞു, ഷാജിക്കെതിരെയും മക്കൾക്കെതിരെയും വീഡിയോ ഇടുന്നത് ഞങ്ങൾ കാണാറില്ല. നിന്റെ വായം കൊണ്ട് തന്നെ നീ വന്ന് പറഞ്ഞത്. അവരൊന്നും കാണാറില്ല, അവരൊന്നും എനിക്ക് സപ്പോർട്ടില്ല. അതെന്തുകൊണ്ടാ? ആ ഉമ്മാക്ക് മക്കളെ പോറ്റണത് എത്ര കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്നെയൊക്കെ വളർത്തി കൊണ്ടുവന്നത് എന്ന് ആ ഉമ്മാക്കും ഉപ്പാക്കും, കാരണം നിനക്കും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അറിയുന്നോണ്ടാണ് അവര് ഞാൻ ഈ 5 എത്തിമക്കളെ വെച്ചിട്ട് ജീവിക്കണത് അവര് കാണുന്നോണ്ടാണ് അത് നിനക്ക് സപ്പോർട്ട് ഇല്ലാത്തത്. പിന്നെ നീ വീഡിയോ ഡിലീറ്റ് ചെയ്തോന്ന് എനിക്ക് ജിളിച്ചണ്ട. ഈ കാര്യം പറയേണ്ട ഇടയ്ക്ക് ഇളിച്ചണ്ട. ഈ വിഷയത്തിന് തന്നെ മാറുന്നു. ഇജിപ്പോ എവിടെ നിർത്തിയത്? ഈ 5 എത്തിമക്കളായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ വേദന, ഒരു ഉമ്മയുടെ വേദന അറിയുന്നുള്ളത് അല്ലേ? ഈ 5 മക്കളെങ്ങനെ എത്തിയുമായേ? അതൊന്ന് പറഞ്ഞത്. അത് ഞാൻ നിനക്ക് തെളിയിച്ച് തന്നതല്ലേ എങ്ങനെ ഇവർ എത്തിയുമായി എന്നുള്ളത്. ഇതിലെന്താ കോമഡി അറിയോ? നിങ്ങൾ ഈ സംഖ്യകളായിട്ട് പോയിട്ട് ചോദിക്കുക, ഗാന്ധിജി എങ്ങനെയാ മരിച്ചതെന്ന്. ഓല് പറയും ഓട്ടോറിക്ഷ അടിച്ചിട്ടാണ്. സാജിദാനോട് ചോദിക്കുക, എങ്ങനെയാ എൻ്റെ മാപ്പിള മരിച്ചതെന്ന്. ഓള് പറയും ജലദോഷം വന്നിട്ടാണ്. മനസ്സിലായോ? പിന്നെ ഈ ചെങ്ങായി ഈ മക്കളെ ഓർത്തിട്ട് പറ്റിയ തെറ്റ് ഞാൻ ക്ഷമിച്ചോളാം, ഇജി വാ എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചു. ഇവളെ മനസ്സൊന്നും അറിഞ്ഞില്ല. ഇവള് പിന്നെ എപ്പോഴാ വരുന്നത്? ഓന്റെ മയ്യത്ത് കെട്ട് ഇറക്കി കടത്തിന് ശേഷം അല്ലേ സാജിദ? ഇജൊന്നും അല്ലാന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നോണുണ്ടോ? അല്ലേ? എൻ്റെ അവിഹിതം കണ്ടിട്ട് തന്നെയല്ലേ ആ ചങ്ങായി മരിച്ചത്. അത് അവന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും എല്ലാരും പറയുന്ന റെക്കോർഡ് സഹിതം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ. ഫാത്തിയുടെ തളപ്പ് കണ്ടിട്ട് മോളെ ഇജത്തുള്ളണ്ട. ആണെക്കൊരു പരിഗണന തന്നു ഷെരീഫ എന്ന് വിചാരിച്ചിട്ട് ഇനി എന്തു ആവാ എന്ന് നിന്റെ തോന്നലുണ്ടെങ്കിൽ അത് അന്റെയും പാത്തിന്റെയും തൂറിടിയും ഒക്കെ തോന്നലാണ്. നിങ്ങൾ കളിച്ചോളി, ഞാൻ താകത്തില്ലടാ പുഷ്പ. ബാക്കി പറ. എന്തോ വീഡിയോ ഡിലീറ്റ് ചെയ്തോന്ന് എനിക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഷെരീഫ് എത്ര ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണെന്ന്
എനിക്ക് എന്റെ മൈൻഡിൽ ഇജ്ജ് വെറുതെ എങ്ങനെ പുകഴ്ത്തണ്ട, ഇജ്ജ് കാര്യം പറ. നന്നായിട്ടറിയാം ഷെരീഫ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണെന്നും എനിക്കറിയാം. പിന്നെ വീഡിയോസ് ഇപ്പൊ നീ എനിക്കെതിരെ മുന്നേ വീഡിയോ ഇട്ടപ്പോക്കെ ഞാൻ ഒതുങ്ങി ഒതുങ്ങി നിന്നത് എന്താന്ന് വെച്ചാലേ നിനക്ക് അങ്ങനെ ഇവള് ഒതുങ്ങിക്ക്. അതായത് ഞാൻ ഓൾക്ക് മുമ്പ് ഇട്ടപ്പോ ഇവള് ഒതുങ്ങി ഒതുങ്ങി അങ്ങനെ നിന്നിരുന്നു. സത്യത്തിൽ എന്റെ ഒതുക്കെ ഏതാപ്പോ ഇക്കണ്ട തൃശ്ശൂർ പൂരം മുഴുവജ്ജല്ലേ നടത്തിയത്? അതിലെവിടെ ഏത് ഭാഗത്താ ചോദിങ്ങി ഒന്ന് പറഞ്ഞോണ്ടാ. ഇനി പറഞ്ഞുതരാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കാണിച്ചെന്നാ മതി. എന്തായാലും ബാക്കി കേക്കാം. വെറുതെ ഫസ്റ്റൊക്കെ ഞാൻ എന്റേതായ കാര്യം ഞാൻ നിന്റെ വീട്ടിൽ ഇപ്പൊ നീ ഫാത്തിക്കെതിരെ ഇങ്ങനെ ആരോപണം പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഫാത്തിക്കെതിരെ പറയാന് എന്ത് റൈറ്റ്സ് ഉള്ളത്? നീയും ഈ പറയണ പോലെ ഫാത്തിന്റെ ഭാര്യനായിട്ട് ഫാത്തിന്റെ ഫ്രണ്ട്സിനായിട്ട് ഒക്കെ ഈ പെണ്ണുങ്ങളായിട്ട് തന്നെയല്ലേ നീയും സംസാരിക്കണത്? അതേ പെണ്ണുങ്ങളായിട്ടല്ലേ ഫാത്തിയും സംസാരിക്കണത്? ഫാത്തിന്റെ ഫ്രണ്ട്സിനായിട്ട് ഒക്കെ ഈ പെണ്ണുങ്ങളായിട്ട് തന്നെയല്ലേ നീയും സംസാരിക്കണത്? അതേ പെണ്ണുങ്ങളായിട്ടല്ലേ ഫാത്തിയും സംസാരിക്കണത്? നിനക്ക് ആണുങ്ങളൊന്നും വിളിച്ചിട്ട് പറയുന്നില്ലല്ലോ ഫാത്തി ഇങ്ങനാണ്, നെറികെട്ടവനാണ്, അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണെന്ന് ഫാത്തിനെ കുറിച്ചിട്ട് ആണുങ്ങൾ പറയുന്നില്ലല്ലോ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യയും അവന്റെ ഫ്രണ്ട്സും അവന്റെ കൂടെ ഡാഷ് ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം വീഡിയോസ് കുറെ കുട്ടികളൊക്കെ കാണുന്നോണ്ട് തന്നെ ഇതിന് മുന്നേ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ എന്താണ് ഷാജി നിന്റെ വീഡിയോസ് മക്കള് കാണുന്നുണ്ട്, ഞങ്ങളുടെ മക്കൾക്കൊക്കെ നിന്നെ ഇഷ്ടമാണ്, നിന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. ചെറിയ മക്കളടക്കം എന്റെ വീഡിയോസ് കാണുന്നുണ്ട്, എന്റെ ലൈവ് കാണാൻ ഇരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തെറിയൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഷെരീഫെ. എനിക്ക് ഷെരീഫിനോട് ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് എടാ സ്വന്തമായിട്ട് വീഡിയോ ഇടടാ. നിനക്കിപ്പോ അത്യാവശ്യം എന്നെയൊക്കെ പിഴിഞ്ഞ് പച്ചറച്ചി തിന്നിട്ട് നല്ല അക്കൗണ്ട് ഒരു 80 ചില്ലറ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല വീഡിയോസുകൾ ഇട്ടിട്ട് നിനക്ക് ഭാര്യനെ നിന്റെ ഉമ്മാനെ മക്കളെ ബാക്കിയുള്ളവരെ കൊണ്ടുവരണ്ട. ഈ സമൂഹത്തില് എത്രയൊക്കെ തെറ്റ് നടക്കുന്നുണ്ട്, എന്തൊക്കെ രീതിയിൽ തെറ്റാണ്. ഞാനും ഫാത്തി മാത്രമാണോ തെറ്റ് ചെയ്യണവര്? പിന്നെ അത് ഇജ്ജ് പറഞ്ഞത് പോയിന്റ്. ഐ മീൻ ഇജും ഫാത്തി ഒരു വണ്ടിയിലെ യാത്രക്കാരാണ്, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇജിപ്പോ തൽക്കാലം എന്നെ ഖുർആൻ ക്ലാസ് എടുക്കാനൊന്നും പറഞ്ഞില്ല. അതായത് ഇവളും ഫാത്തി മാത്രമാണോ തെറ്റുകാരി എന്നാണ് ഇവള് ചോദിക്കുന്നത്. എന്നാൽ ഇവളും ഫാത്തിയും ചെയ്ത തെറ്റെന്താ അറിയോ? ജീവിത പങ്കാളികളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടും കുടുംബങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടും റീച്ച് ഉണ്ടാക്കി. ആ ഓളാണ് പറയുന്നത് പിന്നെ നിനക്ക് നിന്റെ കുടുംബക്കാരെ ചെയ്തൂടെ? എങ്ങനെ എൻ്റെ ഉമ്മ ഡ്രസ്സ് ഇടാത്തതും എൻ്റെ അഞ്ചത്തിന്റെ അവിഹിതം എൻ്റെ ഭർത്താവിന്റെ മരണത്തിന്റെ ഉത്തരവാദി ജല്ല എന്നുള്ള വെളുപ്പിക്കലും ഇങ്ങനെയൊക്കെയാണോ ഞാൻ ഇടേണ്ടത്? ഒന്ന് പറഞ്ഞാട്ടിക്ക. പിന്നെ ഒരു കാര്യം ഇജ്ജ് ചോദിച്ചത് അനക്കില്ലേ പെങ്ങളൊക്കെ ഇജ്ജ് ഈ പെണ്ണുങ്ങളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. പൊന്നാര മകളെ, അനക്ക് ഞാനൊരു വീഡിയോ ഇട്ടെന്നത് ഓർമ്മ ഉണ്ടോ? ഇനി ഇല്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഞാൻ അനക്കത് സെൻഡ് ചെയ്യണത് വിടാം. എന്താ അറിയോ? ഇജ്ജ് പാട്ടൊക്കെ പാടിയിട്ട് തുണി ഊരിയിട്ട് കാമുകനെ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ കജ്ജ് കിട്ടിയിട്ട് അത് ഞാൻ അനക്ക് വിട്ടന്നു. ഓർക്കണുണ്ടോ? ഇല്ലാന്ന് ഇജ്ജ് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ഞാൻ വിട്ടുതരാം. ഒരു വീഡിയോ ഒന്നുമല്ല, 13 വീഡിയോ അല്ലേ? അതേപോലെ തന്നെ ഈ ഫാത്തിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, അറിയോ? പക്ഷെ ഞാനിതൊന്നും പോസ്റ്റ് ചെയ്യാത്തതോ ഷെയർ ചെയ്യാത്തതോ നിങ്ങളൊക്കെ പാടെ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് വിചാരിച്ചിട്ടല്ല. നാളെ നിങ്ങളെ മക്കളെന്നെ നിങ്ങൾ തുണിയില്ലാതെ നിൽക്കുന്നത് കാണാൻ ഞാനൊരു കാരണക്കാരനാവണ്ട എന്നുള്ളൊരു പരിഗണന ഞാൻ തന്നെ. അതാണ് റെസ്പെക്ട്, മനസ്സിലായോ? അല്ലാതെ സ്വന്തം കെട്ടിയോൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവല് സുബൈക്ക് പിന്നെ ഉറക്കം പോലും മതിയാകാതെ പണിക്ക് വന്നിട്ട് ആ ചൂടത്ത് നിന്ന് അത് പണിയെടുത്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് നിങ്ങൾക്കൊക്കെ ഒരു നേരത്തെ അന്നം തരാൻ കഷ്ടപ്പെട്ട ആ മഹാപാവം മരിച്ചത് നീ കാരണല്ലേടി, അല്ലേ? അല്ലാന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ ഷെരീഫിനോട്? പറ്റൂല മളെ. പിന്നെ എൻ്റെ ഹണി ട്രാപ്പ് അത് ഞാൻ പൊക്കിയില്ലേ, അല്ലേ? 2.5 ലക്ഷം ഉറുപ്പ്യാണ് ഇവള് ഒരു 2 വീഡിയോ ഒരു ഈ ചോരി നീരുമില്ലാത്ത ഇവളെ വീഡിയോ ഇട്ട് കൊടുത്തതിന് ഒരു മഹാപാവത്തിനെ പറ്റിച്ചിരിക്കണത് ഇവള്. ഞാൻ അവറ്റൊന്നും വലിച്ചിരുന്നില്ല. ആ ഷറഫലിയുടെ അമ്മ ഇവളെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എൻ്റെ മോന്റെ ജീവിതം വെച്ച് നീ കളിക്കല്ലേ, ഒരു കല്യാണം കൂടി കഴിക്കാത്ത ചെക്കനാണ്, ഇനി അവനക്ക് കാശ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ അവനായിട്ടുള്ള കോണ്ടാക്ട് ഒന്ന് നിർത്തുമെന്ന്. ഇവള് ഇത്രക്കില്ല ട്രൗസറൊക്കെ ഇട്ടിട്ടല്ലായിരുന്നു 7500 റുപ്യയുടെ റൂമില് ഒരു ദിവസം 7500, 5000
ഇതൊക്കെ ഇരുന്ന് ഇവളെ റൂം റെന്റ്. എന്നിട്ട് ഇവളിപ്പോ അടുത്ത് എനിക്ക് മറ്റേ മെസ്സേജ് ഇട്ടിട്ട് എന്നോട് ചോദിക്കുകയാണ്, എടാ ഷെരീഫെ ഇവിടെ എവിടെയെങ്കിലും നല്ല വീട് കിട്ടാണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന്. അപ്പൊ എന്താ അറിയോ സംഭവം, ഇവളെ ഉള്ള വരിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് കുറെ കാലമായി. ഇവള് പൈസ തയ്ച്ചു കൊടുത്തിട്ടില്ല, അഡ്വാൻസ് കൊടുത്തിട്ടില്ല. ഇവള് ഈ കുട്ടികളുടെ സെന്റിമെന്റ് കൊണ്ട് ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഹൗസ് ഓണർക്ക് വിരാന്ത് വരൽ തുടങ്ങി. അതുവരെ പറഞ്ഞിരുന്ന ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ പിന്നെ പോയി, പിന്നെ വാടക ചോദിച്ചലായി. അപ്പൊ എന്തായി, ഇവൾക്ക് ഇറങ്ങി ഇറങ്ങാൻ കുറെ പറഞ്ഞിട്ടും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അവസാനം ഇറങ്ങേണ്ടി വരും എന്ന് ഉറപ്പായപ്പോ ഇവൾ എന്ത് ചെയ്തു അറിയോ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുക എന്തോ ചെയ്തത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഷെരീഫെ പിന്നെ ഒരു വീഡിയോ അല്ല ഈ വീഡിയോ റിമൂവ് ആക്കാൻ പറഞ്ഞിട്ട്, ശരിയാണ് ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ട്. ഒരു വാടകപ്പേര എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ, ഞാൻ ഇവിടെ കുറേ ആയി അന്വേഷിക്കുന്നു, എനിക്ക് കിട്ടാനില്ല എന്ന്. സംഭവം ആരും കൊടുക്കാഞ്ഞിട്ടാണ്, കിട്ടാനില്ലായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇൻഷാല്ലാ ഞാൻ ഉണ്ടെങ്കിൽ പറയട്ടോ എന്ന്. ഞാൻ ഉണ്ടോ കൊടുക്കണു. എന്നിട്ട് വേണം ഹൗസ് ഓണറും ഉബളും തമ്മിൽ ലൈവ് ഇട്ട് തല്ലുകൂടാൻ. അത് ഞാൻ കാണണ്ടേരും. എന്തിനാ അതിന് നിൽക്കണു വിചാരിച്ചിട്ട് ഞാൻ പറയാമെന്നും പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കി വിട്ടതാ. ഇല്ലാന്നോള് പറയട്ടെ, അന്നും ഞാൻ അവളോട് പറഞ്ഞതാ, മര്യാദക്ക് ജീവിച്ചോ, ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചോ, ആ മക്കൾക്ക് നാളെ ഒരു ജീവിതം വേണമെങ്കിൽ ഇജ് സ്റ്റഡി ആകണമെന്ന്. അതിനെങ്ങനെ ഒരു 10,000 ഉറുപ്പ്യ അക്കൗണ്ടിൽ വന്നാൽ ഇവൾക്ക് മറ്റേ അപസ്മാര ഇളകിയ ചാവി കൊടുത്താൽ മതിയാ, പിന്നെ ഇവൾക്കൊരു തുള്ളലാ. നിങ്ങളെ കണ്ടോളുണ്ടോ, ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യലോടത്തി 4 ദിവസം കഴിഞ്ഞ് ഞാൻ മോങ്ങലടങ്ങും. എന്തിനെ, എന്താ കുട്ടികൾക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. എന്നാൽ ഇവളീ കാണിക്കണ പരാക്രമം ഒന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ സംഭവം എന്താ അറിയോ നിങ്ങൾക്ക്, പഴയ പോലെ ചെറുക്കന്മാരെ കിട്ടണില്ല. ഉള്ളതാണെങ്കിൽ ഇല്ല, പ്രഷറും ഷുഗറൊക്കെ അല്ല കുറെ കളവന്മാര്. ഇവറ്റ മുന്നോട്ട് കിട്ടണമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫാത്തിയുടെ മാസ് എൻട്രി, ഇന്നെ തെറിയൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ആരും ഇല്ലെങ്കിൽ ചീരു പറഞ്ഞമാതിരി ആരും കിട്ടാനില്ല എന്ന് കണ്ടപ്പോ ഇവന്റെ പിന്നാലെ കൂടിയിരിക്കുക. ഓൻ ചിലപ്പോ കെട്ടാറിട്ടുണ്ടാവും. ആ പൊലിവിലാക്കാരെ ഈ കാണിക്കുന്ന അംഗമൊക്കെ ആര് ഫാത്തിയെ ഇപ്പൊ കെട്ടും കേട്ടോ.